ഇയാൾ മദ്യപിച്ച് പിന്നെ രാത്രി വെളുപ്പാങ്കാലത്തൊരു 2:30-2:45 മണിക്ക് ഇവിടെ വന്ന് മതിൽ കൂട്ടുകാരും ഒരു 5 കൂട്ടുകാരുമായിട്ട് വന്ന് മദ്യപിച്ചിട്ട് മതിൽ ചാടി അകത്ത് പോകാനുള്ള പരിശ്രമിച്ചു. ആ സമയത്ത് ഈ പെങ്കൊച്ച് എന്തോ പ്രശ്നമായിട്ട് ഇവർ തമ്മിൽ പിന്നെ സ്വരച്ചേർച്ചയായിട്ട് അമ്മയുടെ കൂടെ താമസിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവനെ കൊണ്ട് തന്നെ എഴുതിച്ച് അടുത്തുള്ള 2-3 ആൾക്കാർ വേറെയും ഉണ്ടായിരുന്നു. ഇനി മേലിൽ പിന്നെ ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ആ ലെറ്റർ ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ആ ലെറ്റർ. അപ്പം ഇനി മേലിൽ അങ്ങനെ സംഭവമില്ല, ഞാൻ നല്ലവണ്ണം നോക്കിക്കൊള്ളാം, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇവൻ്റെ അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിച്ച്. പിന്നെ എനിക്കൊരു പെൺകുഞ്ഞില്ലയോ, അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റായി പോകുമെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കൊച്ചു കൂടെ പോകുന്നതും ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും സഹിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ്. ഒരു പെൺകുഞ്ഞല്ലേ, 10 വയസ്സില്ലേ. ചേട്ടനിപ്പോ അതുല്യയുടെ അയൽവാസി കൂടിയാണ്. അതെ, ശരിക്കും ആ ഒരു മരണ വാർത്ത നിങ്ങളുടെ വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയതല്ലേ? തീർച്ചയായിട്ടും. അതുല്യ ഇവിടെ വന്നപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും കാണാറുണ്ടായിരുന്നു. ഇവിടെ വരുമായിരുന്നു, എൻ്റെ മോളെ പോലായിരുന്നു. ഈ ഭർത്താവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ പുറത്തായിരുന്നു. അതിന് ശേഷം നമ്മൾ കല്യാണം 11 വർഷമായി കല്യാണം നടത്തിയിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് അറിയാം. എങ്ങനെയായിരുന്നു ഈ ഇപ്പോ നമ്മള് വീഡിയോകളിലൊക്കെ കാണുമ്പോൾ സൈക്കോ മനോഭാവമുള്ള ഒരാളെ പോലെയൊക്കെ? മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇയാൾ മദ്യപിച്ച് കഴിയുമ്പോൾ ആ രീതിയിലുള്ള ഇത് കാണിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആ പെണ്ണിൻ്റെ അമ്മയെ വിളിച്ചൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ്, ഇയാളെങ്ങനെയാണ്. അപ്പോൾ അവർ പിന്നെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നാലും ഒരു 5-6 വർഷത്തിന് മുമ്പ് ഇയാൾ മദ്യപിച്ച് പിന്നെ രാത്രി വെളുപ്പാങ്കാലത്തൊരു 2:30-2:45 മണിക്ക് ഇവിടെ വന്ന് മതിൽ കൂട്ടുകാരും ഒരു 5 കൂട്ടുകാരുമായിട്ട് വന്ന് മദ്യപിച്ചിട്ട് മതിൽ ചാടി അകത്ത് പോകാനുള്ള പരിശ്രമിച്ചു. ആ സമയത്ത് ഈ പെങ്കൊച്ച് എന്തോ പ്രശ്നമായിട്ട് ഇവർ തമ്മിൽ പിന്നെ സ്വരച്ചേർച്ചയായിട്ട് അമ്മയുടെ കൂടെ താമസിക്കുകയായിരുന്നു, പിണങ്ങി ഇവിടെ താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് പിന്നെ ഇവൻ കൂട്ടുകാരുമായിട്ട് വന്ന് മതിൽ ചാടി ഈ പെണ്ണിനെയും കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ അമ്മായിയമ്മയെ തുളസിബായി ഉപദ്രവിക്കാനോ എന്നുള്ള മട്ടിലായിരുന്നു അന്ന് വന്നത്. അന്ന് വന്ന് ഞാൻ ഉടൻ തന്നെ പുറപ്പെട്ട് എന്തോ സംശയം ഉണ്ടായി. ഞാൻ പുറത്ത് ചെന്നപ്പോൾ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ മതിൽ ചാടി കടക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ തടഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഇവരെ എനിക്കറിയില്ല, ഇവരിതിൻ്റെ കൂട്ടുകാരാണ്, പക്ഷേ അതുകൂടാതെ നീ ഇവിടുത്തെ മരുമോനാണ്, അതുകൊണ്ട് സതീശ ഇത് വളരെ മോശമാണ്. ഈ മതിൽ ചാടുക എന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് പോലീസിനെ വിളിക്കുകയോ ഇല്ല ഞാൻ തന്നെ പോലീസിനെ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അകത്ത് പോവും. അതും ആ ഒരു അസമയം 2:45 മണി സമയം. അപ്പോൾ അതുകൊണ്ട് നീ അതുല്യമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ ഇപ്പോൾ പോയിട്ട് നിൻ്റെ അമ്മയോ നിൻ്റെ സഹോദരങ്ങളുമായിട്ടോ നാളെ നീ വന്നിട്ട് അത് നമുക്ക് എല്ലാവരും കൂടി ഒരു ചർച്ച നടത്തിയിട്ട് അതിനെന്താ ഒരു കോംപ്രമൈസിൻ്റെ വഴി തേടാം നമുക്ക്. അല്ലാതെ നീ ഇപ്പോൾ പോയില്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് പിന്നെ തെങ്ങമ്പാം പോലീസിനെ ഞാൻ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ എൻ്റെ വാക്ക് കേട്ടിട്ട് ആ സമയത്ത് കുറേ അസഭ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് പോയതിന് ശേഷം 11 മണിക്ക് ഇവൻ പിന്നെ അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളാണെന്ന് തോന്നുന്നു വേറൊരു സ്ത്രീയുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇളയ പെണ്ണിൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ ഇളയ പെണ്ണും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവനെ കൊണ്ട് തന്നെ എഴുതിച്ച് അടുത്തുള്ള 2-3 ആൾക്കാർ വേറെയും ഉണ്ടായിരുന്നു. ഇനി മേലിൽ പിന്നെ ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ആ ലെറ്റർ ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ആ ലെറ്റർ. അപ്പം ഇനി മേലിൽ അങ്ങനെ സംഭവമില്ല, ഞാൻ നല്ലവണ്ണം നോക്കിക്കൊള്ളാം, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇവൻ്റെ അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിച്ച്. ഇവനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് സാക്ഷികൾ ഞാനും വേറെ ആരോ എനിക്ക് ഓർമ്മയില്ല, വേറെ ആരോ എനിക്ക് തോന്നുന്നു ഈ ഇളയ പെണ്ണ് അഖിലയാണോ എന്ന് തോന്നുന്നു. അങ്ങനെ 2 സാക്ഷികൾ കൊണ്ടുപോയി. അങ്ങനെയാണ് അന്ന് ഇവൻ ഇവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ, നമ്മൾ കണ്ടില്ല. എന്നാൽ തന്നെ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ
ഇപ്പം ഗൾഫിൽ കിടന്ന് പിന്നെ അവൻ ആയുധം എടുക്കുകയും കസേര എടുത്ത് ആ കൊച്ചിനെ അടിക്കാൻ ഭാവിക്കുകയും അല്ല മറ്റുള്ള തെറിവിളിയൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ സംശയം ഉണ്ടായിരുന്നു അതുല്യേ? സംശയം അവന് സംശയം ഉണ്ടായിരുന്നു അതില്ലേ. അത് ഞങ്ങൾക്കൊക്കെ അവൻ്റെ ആ സംസാരത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമുക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല. പിന്നെ അവരുടെ പിന്നെ അതുല്യയുടെ അമ്മയും മറ്റുമെല്ലാം ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു അന്നേ. ഈ വീട്ടിൽ പൂട്ടിയിട്ട് പോകുന്നൊക്കെ പറയുന്നത് അവിടെ ഗൾഫിൽ പൂട്ടിയിട്ട് ഇവൻ ജോലിക്ക് പോകുന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞ കേസ്. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ സംശയം ഇവന് ആ സംശയത്തിൻ്റെ പേരിലാണ് എന്നാണ് നമ്മളുടെ ഇന്നും വിശ്വാസം. ഇല്ലെങ്കിൽ ഒരാൾ പൂട്ടിയിടത്തില്ലല്ലോ. ദുരൂഹതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ദുരൂഹതയുണ്ടെന്ന് വിശ്വസിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അതായത് ഈ അവിടെ വെച്ചുള്ള പീഡനം ഈ കുട്ടി പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കണ്ട്, അതായത് കത്തി കാണിക്കുന്നതും പിന്നെ അവൻ ഒരു എന്താ പറയുന്ന ഒരു സൈക്കോ, ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വ്യക്തി ആ ഒരു ചില ഹിന്ദി സിനിമയിലെ പിന്നെ ഗുണ്ടകളെ പോലെയൊക്കെ ആ നിൽക്കുന്നത് അതിനകത്ത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്നവരെ നമുക്ക് അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കങ്ങനെ സംശയിക്കുന്നതിൽ വലിയ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരുവിധം അതിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞിരുന്നു തോന്നുന്നല്ലേ, ഇനി പോവണ്ട. വീട്ടുകാർ പറഞ്ഞിരുന്നു. പിന്നെ എനിക്കൊരു പെൺകുഞ്ഞില്ലയോ, അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റായി പോകുമെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കൊച്ചു കൂടെ പോകുന്നതും ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും സഹിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ്. ഒരു പെൺകുഞ്ഞല്ലേ, 10 വയസ്സില്ലേ. അപ്പം ഒരു അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നല്ല വിഷമമുണ്ട് ഞങ്ങളുടെ വീടുമായിട്ടും. ഈ അതുല്യെന്നല്ല, അതുല്യയ്ക്കും അവളുടെ അനിയത്തി അഖിലയ്ക്കും നല്ല ബന്ധമായിരുന്നു ഇവിടെ. പപ്പ അമ്മയെന്നും പറഞ്ഞ് ഞങ്ങളെടുത്ത് വന്ന് എന്ത് കാര്യവും സംസാരിക്കുകയും എടുക്കുകയും ഇവിടെ വരും, നമ്മൾ എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഇത് കേട്ട ഉടനെ നമുക്കൊരു ഇടിവെട്ടേറ്റതുപോലെ ആയിപ്പോയി. ശനിയാഴ്ച രാവിലെ. അപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ നിങ്ങൾ ഭർത്താവിനെ വിളിച്ചിരുന്നു? ഇല്ല, വിളിച്ചില്ല. ഞാൻ അവിടെ ഓടിച്ചെന്നു, എൻ്റെ മിസ്സിസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടിച്ചെന്ന് അയലത്തുള്ള 3-4 പേര് വേറെയും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഈ തുളസിബായിയുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ ഓടിച്ചെന്നത്. ചെന്ന ഉടനെ ഇങ്ങനെ ഈ സംഭവം അറിഞ്ഞ ഉടനെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു തുളസിബായിയുടെ മൊബൈലിലൊരു കാൾ വരുന്ന ഉടനെ തുളസിബായിയുടെ ഭർത്താവ് രാജേശ്വരൻ പിള്ളയാണ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇവൻ്റെ ഫോണാണ്, സതീഷിൻ്റെ ഫോണാണ്. സതീഷ് ഇടാം, നീ എൻ്റെ മോളെ കൊന്നോടാ എന്ന് ചോദിച്ചൊരു നിലവിളി ഈ പിന്നെ രാജേശ്വരൻ പിള്ള, അതായത് അച്ഛൻ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവൻ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുക്കുന്നത് ഞാനാണ്. അവന് സതീഷ എന്താ സംഭവിച്ചത് അവിടെ? അപ്പോഴെന്നോട് പിന്നെ ഞാൻ നിരപരാധിയാണ് പപ്പ, അച്ഛനും അമ്മയോടും പറയണം, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആയിരുന്നു, ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നുടനെ പിന്നെ അതുല്യ ഫാന് തൂങ്ങിക്കുന്നതാണ് കണ്ടത്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് കരയുകയാണ്. പിന്നെ ആ വ്യക്തിയോട് ഞാൻ എന്ത് പറയാനാ, പിന്നെ ഞാൻ ഫോണങ്ങ് കട്ട് ചെയ്തു. ഇപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിലും വന്ന് നിന്നിട്ട് കരയുന്നു, എന്നിട്ട് പറയുന്നു ഞാനെല്ലാം ഉപദ്രവിച്ചിരുന്നു. അതെ അതിപ്പോൾ ഞാനിപ്പോൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ഇപ്പം എൻ്റെ ഭാഗത്ത് ഞാൻ ന്യായീകരിക്കുമല്ലോ. ചിലപ്പം തെറ്റ് ചെയ്തില്ലായിരിക്കാം, ചിലപ്പോൾ തെറ്റ് ചെയ്തായിരിക്കാം, നമ്മൾ കാണുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഈ വിശ്വാസം വരുമെന്ന് പറഞ്ഞാൽ ഇവന് ഈ കത്തി എടുത്തുകൊണ്ട് നിൽക്കുന്നു, അടിക്കാനായിട്ട് കസേര എടുത്ത് തൂങ്ങുന്നു, നെഞ്ചത്ത് കയറി ഇടിക്കുന്നു, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നത്. അത്രയേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ അവസ്ഥ ഇനി ഒരാർക്കും വരരുതെന്നായിരിക്കും. തീർച്ചയായിട്ടും. അയ്യോ, അങ്ങനെ ആർക്കും വരരുത്. നമ്മുടെ പിന്നെ അതുല്യേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും ഒരു സ്നേഹമുള്ള മോളായിരുന്നു അത്. നമുക്കൊരിക്കലും അവൾക്ക് അങ്ങനെ സംഭവിക്കും എന്ന് ഒരിക്കലും നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇന്നും ഞങ്ങളുടെ ആ ഞെട്ടൽ ഞങ്ങൾ മാറിയിട്ടില്ല. എൻ്റെ മിസ്സിസ് ഇന്നലെ ചാനലുകാർക്കെല്ലാം ഇത് കൊടുത്തിരുന്നു. അവർ കരയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു തുളസിബായി പോലും, അവിടെ അമ്മ തുളസിബായിൽ പോലും ഇത്ര സങ്കടപ്പെട്ട് കരഞ്ഞു കാണത്തില്ലെന്ന് തോന്നുന്നു.
കുഞ്ഞ് അറിഞ്ഞോ അതുല്യയുടെ കുഞ്ഞ് കുഞ്ഞ് അറിഞ്ഞോ എന്നുള്ള കാര്യം ഇന്നലെ വരെ അറിഞ്ഞില്ല. അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി അവളുടെ പ്രായക്കാർ പിള്ളേരെ കൂടെ നിർത്തിയായിരുന്നു. ഇന്നിപ്പം അവിടെ വീട്ടിൽ കൊണ്ടുവന്ന്, പക്ഷെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അമ്മയെ വിളിക്കണം അങ്ങനെ എന്തെങ്കിലും പറയുന്നു? ഇല്ല, ഞാൻ അങ്ങോട്ട് പോയി ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ നമുക്കൊരു വിഷമം പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല രാവിലെ. ഇന്ന് രാവിലെയാണ് ആ കുഞ്ഞിനെ അടുത്ത വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന്, അടുത്ത വീട്ടിൽ ഇവിടെ സമപ്രായം ഇച്ചിരി മുതിർന്ന ഒരു കുട്ടി, രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ കൂടെ പിന്നെ കളിക്കാനായിട്ട് അതിന് വേണ്ടി ഇന്നലെ അവർ കൊണ്ടുപോയി. ഇന്ന് രാവിലെ അവിടെ കൊണ്ടുവന്നെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് മകളെ, അതായത് യുഎയിൽ നിന്ന് ഷാജിയുടെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നോ? അതായിരുന്നു. ഈ കുഞ്ഞ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പഠിക്കുന്നില്ല തുളസിയമ്മേ, തുളസിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മുമ്മ, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പഠിക്കുകയാണ്, അവരവിടെ അടിയും ബഹളവും ഒക്കെയാണ് എന്നീ കുഞ്ഞ് പറഞ്ഞതായിട്ട് ഈ തുളസി എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ തന്നെ, ഈ കുഞ്ഞിൻ്റെ അമ്മൂമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും? കാരണം വീട്ടുകാരും അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും അതില്ലേ അവിടെ നിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സുള്ളൊരു പെൺകുഞ്ഞിന് ഉണ്ട് അവൾക്ക്. അപ്പം പൈസ ഇല്ല. ഇന്നത്തെ കാലത്ത് ഒരു കാര്യവും നടന്നില്ല. വിദ്യാഭ്യാസം, ഡ്രസ്സുകൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പോൾ അവൾക്കും ഒരു ജോലി അവിടെ സംഘടിപ്പിച്ചിട്ട് പിന്നെ അത് കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഐഡിയയിലാണ് പെൺകൊച്ച് പോയത്. അപ്പം ഈ ശനിയാഴ്ച വെളുപ്പിന്, അതായത് പാർട്ടി നടക്കുന്ന ദിവസം, ഈ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ അറിഞ്ഞത് അവൾക്ക് അവിടെ എന്തോ ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ സന്തോഷത്തിലായി ഈ പാർട്ടി നടക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിനാ പാർട്ടി സന്തോഷത്തിൽ നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു മരണത്തിലോട്ട് അത് നയിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലോ. ജോലി ശരിയായി, അവൾക്ക് ഡ്രസ്സ് എടുക്കുന്നു ഈ അമ്മൂമ്മ തന്നെ ഇന്നലെ അവിടെ പറഞ്ഞു കേട്ട്, തുളസിബായി തന്നെ അവിടെ പറഞ്ഞായിരുന്നു ഇന്നലെ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമെന്ന് പറഞ്ഞാൽ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, തീർച്ചയായിട്ടും അന്വേഷണം വേണം. അവിടെയും വേണം, ഇവിടെയും വേണം. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വ്യക്തിയായാലും ശിക്ഷിക്കണം. തീർച്ചയായിട്ടും അതിന് യാതൊരു ഇതും ഉണ്ടാവാൻ പാടില്ല. തെറ്റ് ചെയ്തെങ്കിൽ, തെറ്റ് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കാൻ പാടില്ല. അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിയമപാലകർ അത് കണ്ടുപിടിക്കണം. അന്ന് ഇവിടെ വന്നു എന്ന് പറഞ്ഞല്ലോ, മതിൽ ചാടി വന്നു എന്ന് പറഞ്ഞല്ലോ, അന്ന് മദ്യപിച്ചിട്ടായിരുന്നു അന്ന് വന്നത്. അവർ 5-6 പേരുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ്. ഞാൻ എൻ്റെ സൗണ്ട് കേട്ടാണ് മറ്റുള്ള അയൽക്കാരും എല്ലാം ഓടി വന്നതും അവനെ പറഞ്ഞു വിടുന്നതും. പിറ്റേന്ന് തന്നെ അവൻ്റെ അമ്മയും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അതിലെ പിണങ്ങി വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാണ് ചെയ്യാറ്. അതങ്ങനെയാണ്. കാരണം ഇവൻ മദ്യപിച്ച് കഴിയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ആളായിട്ട് മാറുകയും മദ്യപാനം വിട്ട് കഴിയുമെന്ന് പറഞ്ഞ് ഇവൻ അതെല്ലാം ഓർമ്മ വന്നിട്ട് ആ സ്നേഹത്തോടു കൂടി, അങ്ങനെ ആ സ്നേഹത്തോടു കൂടി ഇവൻ പെരുമാറുമ്പോഴാണ് ഈ അതുല്യ ഇതെല്ലാം മറന്നിട്ട് വീണ്ടും ഇവനുമായിട്ട് സഹകരിച്ച് പോകുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് വേർപിരിയേണ്ട ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടായെന്നാണ് തുളസിബായിയുടെ വായിൽ നിന്നും പല പ്രാവശ്യവും വന്നിട്ടുള്ളത്. എന്നാലും അതൊരു ഭയങ്കര ദുഃഖകരമായ ഒരു സംഭവത്തിലേക്ക് പോയതാണ് എല്ലാവരും വിഷയം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദുഃഖം പറയാം. നമ്മളെ മോളെ പോലാണത് അവളെ കണക്കാക്കിയത്. തീർച്ചയായിട്ടും നമുക്കും അതിന് നല്ല വിഷമമുണ്ട് അതിന്.